എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ നവമഞ്ചരി എന്ന ജ്ഞാനാമൃതത്തിൻ്റെ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. നാരായണ ഗുരുവിൻ്റെ ആദ്യകാല ജ്ഞാനാമൃതങ്ങളിൽ ഒന്നാണ് നവമഞ്ചരി. ഒരു സുബ്രഹ്മണ്യ സ്തോത്രമാണിത്. ചട്ടമ്പി സ്വാമികളുമൊത്ത് ഒരു സത്യാന്വേഷകനായി യാത്ര ചെയ്യുന്ന കാലം ഗുരുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ്. അക്കാലത്ത് നാണുഭക്തൻ എന്നാണ് ഗുരു അറിയപ്പെട്ടിരുന്നത്. ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ എന്നും, ഷൺമുഖദാസൻ എന്ന പേരിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതാണ് ചട്ടമ്പി സ്വാമികൾക്ക് ചെറുപ്പകാലത്തുണ്ടായിരുന്ന സുബ്രഹ്മണ്യ ഭക്തിയുടെ തീവ്രത. നാണുഭക്തന്റെ സുബ്രഹ്മണ്യ ഭക്തിയും അതിൻ്റെ തീവ്രതയും സമാനത പുലർത്തുന്നത് തന്നെയായിരുന്നു. എന്നാൽ ഉള്ളിലെ ഭാവോദ്രേകത്തെ കാവ്യാത്മകമായും ശ്രുതിമധുരമായും അനായാസമായും ആവിഷ്കരിക്കുന്നതിൽ നാണുഭക്തനുണ്ടായിരുന്ന അസാധാരണമായ കഴിവ് ഷൺമുഖദാസന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടി പളനിയിൽ പോയപ്പോൾ മുരുകനെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം എഴുതാൻ ഷൺമുഖദാസൻ നാണുഭക്തനോട് ആവശ്യപ്പെട്ടിരുന്നിരിക്കണം. അതിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ച ജ്ഞാനാമൃതമാണ് നവമഞ്ചരി. ചട്ടമ്പി സ്വാമികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇതിൻ്റെ രചന എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ജ്ഞാനാമൃതത്തിൻ്റെ ആരംഭത്തിൽ സംസ്കൃതത്തിലുള്ള ഒരു ജ്ഞാനവല്ലരി കൂടി ഗുരു രചിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: ശിശുനാമ ഗുരോരാജ്ഞാം കരോമി ശിരസാവഹൻ നവമഞ്ചരികാം ശുദ്ധി കർത്തുമർഹന്തി കോവിദാം. ശിശു എന്ന നാമത്തോടുകൂടിയ ഗുരുവിൻ്റെ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് നവമഞ്ചരിയുടെ രചന ഞാൻ നടത്തുന്നു. പണ്ഡിതന്മാർ ഇതിനെ ശുദ്ധീകരിച്ചു കൊള്ളട്ടെ. ഈ പദ്യത്തിൽ ശിശു എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് കുഞ്ഞൻ എന്ന മലയാള പേരിൻ്റെ സംസ്കൃത രൂപം എന്ന നിലയിലാണ്. കുഞ്ഞൻ പിള്ള എന്നാണല്ലോ ചട്ടമ്പി സ്വാമികളുടെ ശരിയായ പേര്. കുമ്മംപിള്ളി രാമൻപിള്ളയാശാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ രചനയെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ശിശു സൂചിപ്പിക്കുന്നത് പിള്ളയെയാണ്. സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിലിനെ മെരുക്കിയെടുത്ത് അതിനു മുകളിൽ കയറിയ സുബ്രഹ്മണ്യനോടൊപ്പം മയിലാട്ടം നടത്തുന്നതിലെ പരമാനന്ദം അനുഭവിക്കാൻ അവസരം നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ജ്ഞാനവല്ലരിയിൽ. ഒപ്പം വിഷയസുഖങ്ങളോടുള്ള രാഗം ഇല്ലാതായിത്തീരുന്നതിന് മൂന്നാം കണ്ണ് തുറന്ന് കരണമുടിയെ എരിച്ചു കളയണേ എന്ന പ്രാർത്ഥനയും അവസാനിക്കുന്നതാകട്ടെ വിഷയസുഖങ്ങളിൽ കഴിഞ്ഞത് കാരണം ജീവിതം ലക്ഷ്യം തെറ്റിപ്പോയതിലെ നാണമെല്ലാം കളഞ്ഞ് അതുതന്നെ ഭഗവത് പ്രദപ്രാപ്തിക്കുള്ള വഴിയായി ഉപകരിക്കണമെന്നും അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ അലിഞ്ഞു ചേരുന്നതിനുള്ള വരം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ചിദംബരത്തെത്തി ശിവസായുജ്യമടയുന്നതിന് വേണ്ടി താൻ അവിടെ എത്തുമ്പോൾ ശിവമാഹാത്മ്യം വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി നീയും കൂടി അവിടെ ഉണ്ടായിരിക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പളനിയിൽ നിന്ന് താൻ ചിദംബരത്തെത്തുമ്പോൾ സുബ്രഹ്മണ്യനും അവിടെ ഉണ്ടായിരിക്കണമെന്ന് താല്പര്യം. ഈ ജ്ഞാനാമൃതത്തിൽ പളനിയിലെ മുരുകനെ സ്തുതിച്ചുകൊണ്ട് ഉള്ളതാണെന്ന സൂചന അഞ്ചാം ജ്ഞാനവല്ലരിയിൽ ഉള്ളത്. പളനിയിലാണല്ലോ മുരുകൻ സന്യാസി വേഷത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നത്. മത്തേപം എന്ന താളാത്മകമായ വൃത്തത്തിലാണ് ഇതിൻ്റെ രചന. ജനനി നവരത്ന മഞ്ചരിയും ഗുരു രചിച്ചിട്ടുള്ളത് ഇതേ വൃത്തത്തിലാണ്. 9 ജ്ഞാനാമൃതങ്ങളുടെയും ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ നാരായണ കൃതമഞ്ചരി എന്ന് കിട്ടും. 9 ജ്ഞാനവല്ലരികളുടെയും ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ നാരായണ കൃതമഞ്ചരി എന്ന് കിട്ടും. സത്യം കണ്ടെത്തുന്നതിന് അടിസ്ഥാനമായി ഒരു ന്യായയുക്തത ഉണ്ടായിരിക്കണം എന്ന് പലർക്കും നിർബന്ധമുണ്ട്. വിശേഷിച്ചും ആധുനിക ശാസ്ത്രത്തിന്റെ ചിന്താശൈലി പരിചയപ്പെട്ടിട്ടുള്ളവർക്ക്. എന്നാൽ സത്യസാക്ഷാത്കാരം ഉണ്ടാകുന്നത് ഒരു ന്യായയുക്തിക്കും ചേരുന്ന തരത്തിലല്ല. അതുകൊണ്ട് ഗുരു ഭഗവാനോട് 7ാം ജ്ഞാനവല്ലരിയിൽ ചോദിക്കുന്നു: ഇഞ്ഞാനും അങ്ങും ഒരു കുഞ്ഞാണിതെന്നറിവ് കിം ന്യായമീശ തന്നെയാ എന്ന്. എന്നാൽ അതൊരു പോരായ്മയായിട്ടല്ല ഗുരു കരുതുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിത രഹസ്യം വെളിപ്പെട്ട് കിട്ടി വരുമ്പോൾ ഭഗവാനും താനും രണ്ടും
രണ്ട് സത്യങ്ങളല്ല എന്ന പരമാർത്ഥം സാക്ഷാത്കൃതമായി കഴിയും. അങ്ങനെ സഫലതയിൽ എത്തിക്കഴിഞ്ഞ ഒന്നിനെ ന്യായീകരിക്കാനായി ഏതെങ്കിലും യുക്തിയുടെ ആവശ്യമെന്ത്? അങ്ങനെ അല്പം പരിഹാസത്തോടുകൂടി ന്യായയുക്തിയുടെ ആവശ്യകതയെ സത്യസാക്ഷാത്കാരത്തിന്റെ സന്ദർഭത്തിൽ ചോദ്യം ചെയ്യുന്നതിനു പുറമെ 8ാം ജ്ഞാനവല്ലരിയിൽ ഗുരു പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിൽ ദുഃഖമില്ലാതായി ആക്കി തീർക്കുന്നതിന് വഴികളെന്ന നിലയിൽ പലതരം യുക്തികൾ പറഞ്ഞ പലതരം സിദ്ധാന്തങ്ങൾ അസന്ദിഗ്ധതയുള്ളതെന്ന തരത്തിൽ പലരും അവതരിപ്പിക്കുന്നുണ്ട്. ശുദ്ധമായ ബോധത്തെ കഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ നട്ടുച്ചില വെയിലിന്റെ ചൂടിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനു വേണ്ടി രക്ഷിക്കണമേ എന്ന്. ശ്രീനാരായണ ഗുരുവിന്റെ നവമഞ്ചരി എന്ന ജ്ഞാനാമൃതത്തിന്റെ ആമുഖം ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.